Hi friends, Huawei Mate 20 Pro എന്ന ഒരു ഫോൺ ലോഞ്ചിരിക്കുകയാണ്. ഇത് ഹൈ എൻഡ് ഫോണാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഹൈ എൻഡ് തന്നെയാണ്. എന്തൊക്കെയാണ് ഈ ഫോണിന്റെ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. Mate 20 Pro ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജികൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഈ ഫോണിന് സ്പെഷ്യലായിട്ട് തോന്നിയത്. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് പരിശോധിക്കാം. അതിനുമ്പോൾ ചെറിയൊരു ഓർമ്മിപ്പിക്കൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടണും കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഒപ്പം തന്നെ നമുക്കതൊരു നല്ല സപ്പോർട്ടും കൂടി ആയിരിക്കും. അപ്പോൾ നമുക്ക് Mate 20യുടെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. 6.3 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഡിസ്പ്ലേ. അതിൻ്റെ ഒപ്പം തന്നെ അതൊരു HDR ഡിസ്പ്ലേയും കൂടിയാണ്. അപ്പോൾ ഏറ്റവും മിഴിവുറ്റ ചിത്രങ്ങൾ തരാൻ കഴിവുള്ള ഡിസ്പ്ലേ ക്വാഡ് HD ലെവലിൽ നിൽക്കുന്നു. OLED ഡിസ്പ്ലേ. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പാണ് ഈ ഫോണിനെ സംബന്ധിച്ച്. അപ്പോൾ ഏറ്റവും നല്ല ഹൈ എൻഡ് ഫോൺ എന്ന നിലയിൽ ഏറ്റവും നല്ല ടെക്നോളജി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഡിസൈൻ നോക്കിയാൽ നല്ല ഗ്ലാസ് ഡിസൈൻ, റിയർ സൈഡിൽ ഇപ്പോൾ എല്ലാം ഗ്ലാസ് ഡിസൈൻ ധാരാളം വരുന്നുണ്ട്. എങ്കിലും അതും ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നല്ല ഒരു ഡിസൈൻ ഈ ഫോണിന് ടോട്ടലായിട്ട് നൽകിയിരിക്കുന്നു. ടോട്ടലായിട്ട് നമ്മൾ ഒറ്റ ലുക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സാംസങ്ങിൻ്റെ S9 ചെറിയ സാദൃശ്യമൊക്കെ തോന്നാം. എങ്കിലും നമുക്ക് നല്ല ഒരു ഡിസൈൻ എന്ന് പറയാൻ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നല്ല ഡിസൈനുള്ള ഒരു ഫോണാണ് Huawei Mate 20 Pro. അടുത്തായിട്ട് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കിയാൽ Kirin 980 എന്ന 7nm ചിപ്സെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചിപ്സെറ്റ് ഇപ്പോൾ തൽക്കാലം വേൾഡ് ലീഡിംഗ് എന്ന് പറയാവുന്ന ഒരു ചിപ്സെറ്റാണ്. കാരണം ഓൾറെഡി ഹിറ്റായി നിൽക്കുന്ന സ്നാപ്ഡ്രാഗൺ 845 Cortex A75 ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ Cortex A76 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയ ഒരു ചിപ്സെറ്റാണിത്. ഓൾറെഡി ഈ ഒരു ചിപ്സെറ്റ് ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ആ ചിപ്സെറ്റ് ഉപയോഗിക്കുന്ന ആദ്യത്തെ ഫോണാണ് Huawei Mate 20 Pro. അപ്പോൾ ഏറ്റവും നല്ല ചിപ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും നല്ല ചിപ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു ഫോണാണ് Huawei Mate 20 Pro. ഒപ്പം തന്നെ ബാക്കി ഉള്ള ടിപ്പിക്കൽ കാര്യങ്ങളല്ലാതെ കൊണ്ട് 6GB RAM അല്ലെങ്കിൽ 8GB RAM വേരിയൻ്റ് ഉണ്ട്, 128GB സ്റ്റോറേജ് അല്ലെങ്കിൽ 256GB സ്റ്റോറേജ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, Android 8 ഓറിയാണ് പറയുന്നത് സാധാരണ എല്ലാ ഫോണും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഫോൺ വരുന്നത് Android 9ലാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഫോണുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ Android 9ൽ വരുന്നു Kirin 980 എന്ന് പറയുന്ന 7nm ചിപ്സെറ്റ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഫോൺ. അങ്ങനെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് Huawei Mate 20 Pro. അടുത്തായിട്ട് ക്യാമറയുടെ കാര്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. മെയിൻ ക്യാമറ 40 മെഗാപിക്സലാണ്. പ്ലസ് ടെലിഫോട്ടോ ലെൻസ് 8 മെഗാപിക്സലിൻ്റെ വരുന്നുണ്ട്. 20 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞ 40 മെഗാപിക്സൽ ഒരു വൈഡ് ആംഗിൾ ലെൻസ് തന്നെയാണ്. ഈ 20 മെഗാപിക്സൽ എന്ന് പറയുന്ന തേർഡ് ക്യാമറയിലേക്ക് വരുമ്പോൾ അത് അൾട്രാ വൈഡ് ആംഗിൾ, ഒന്നും കൂടിയും വൈഡ് ആംഗിളായ ഒരു ലെൻസാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രിപ്പിൾ ക്യാമറ, മൂന്നും നല്ല വൈഡ് ആംഗിളായ ട്രിപ്പിൾ ക്യാമറ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റ് റിയർ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ലൈക്ക ലെൻസാണ്. ലൈക്ക എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നോളജിയുടെ പേരല്ല, ഒരു കമ്പനിയുടെ പേരാണ്. ഒരു ജർമ്മൻ കമ്പനിയാണ് ഈ ക്യാമറ ലെൻസുകൾ അല്ലെങ്കിൽ ടെലിസ്കോപ്പ് ലെൻസുകൾ, ആ ലെൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി. അപ്പോൾ ആ കമ്പനിയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പ് റിയർ സൈഡിൽ കാണാം. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ 24 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണുള്ളത്. ഇത് വെറുതെ ഒരു 24 മെഗാപിക്സൽ സെൽഫി ക്യാമറയല്ല, പകരം 3D ഡെപ്ത് സെൻസിംഗ് ഉള്ള ക്യാമറയാണ്. സാധാരണ ഒരു ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ ഒരു മേശപ്പുറത്തൊരു പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റഫ് ഇരിക്കുന്ന വയ്ക്കുക, ആ സ്റ്റഫിനെ നമുക്ക് ഈ 3D ഡെപ്ത് സെൻസിംഗ് ക്യാമറ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ 3D രൂപം നമ്മുടെ ഫോണിലേക്ക് വരും. പിന്നെ വേറൊരു പ്രതലത്തിലേക്ക് നമുക്ക് ഈ ക്യാമറയിൽ ആ ഫോണിനെ ആ 3D ഇമേജിനെ കൊണ്ടുപോയി വേറൊരു പ്രതലത്തിൽ വെച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ 3D സ്കാനിങ് അതങ്ങനെ തന്നെ സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് എടുക്കാൻ കഴിയുന്ന ഒരു 3D ക്യാമറയാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള 24 മെഗാപിക്സൽ 3D ഡെപ്ത് സെൻസിംഗ് ഉള്ള 24 മെഗാപിക്സൽ സെൽഫി ക്യാമറ. അങ്ങനെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലും ലേറ്റസ്റ്റ് ആയ ടെക്നോളജികളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്തതായിട്ട് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ 4200 mAh ആണ്. ഒരു ഹൈ എൻഡ് ഫോണിനെ സംബന്ധിച്ച് 4200 mAh എന്ന് പറയുന്നത് നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ്. അതിൻ്റെ ഒപ്പം തന്നെ 40 വോട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയാണ് Huawei സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അരമണിക്കൂർ കൊണ്ട് 70% ചാർജ് ആവുന്നുള്ളതാണ്. അരമണിക്കൂർ കൊണ്ട് 70% പറയുന്നത് ഐഡിയൽ കണ്ടീഷനിലാണ്. അവരത് സൈറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്. സാധാരണ അന്തരീക്ഷത്തിൻ്റെ സിറ്റുവേഷനൊക്കെ മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ ചൂട് കൂടുതലുള്ള അന്തരീക്ഷ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 40% വരെയൊക്കെ, ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞത് 40%. എന്നാലും 4200 mAhൻ്റെ 40% ഏറ്റവും കുറഞ്ഞത് ചാർജ് ആവും, കൂടിയത് 70% വരെ ചാർജ് ആവാം നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച്. അരമണിക്കൂർ കൊണ്ട് 70% പറയുന്നത് 4200 mAhൻ്റെയാണ്. അതൊരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. അതോടൊപ്പം തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. വെറും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല, കാരണം ഹൈ എൻഡ് ഫോണുകളിലൊക്കെ വയർലെസ് ചാർജിങ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്.
അതായത് Mate 20 Proയിലെ ചാർജ് ഒരു ബാറ്ററി ബാക്കപ്പ് 4200 mAh ഒരു ഹ്യൂജ് ബാറ്ററി ബാക്കപ്പാണ്. പ്രത്യേകിച്ചും നല്ലൊരു ചിപ്സെറ്റും കൂടി ഉപയോഗിക്കുന്നതുകൊണ്ട് ബാറ്ററി ലൈഫ് കൂടും. അപ്പോൾ ഈ ബാറ്ററി ചാർജ് നമുക്ക് വേറൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ, എസ്പെഷ്യലി വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ അപ്പുറത്തുണ്ടെങ്കിൽ, ആ ഫോണിലേക്ക് ഇപ്പോൾ ചാർജ് കഴിഞ്ഞൊരവസ്ഥയാണെങ്കിൽ അതിൽ ചാർജ് ചെയ്യണമെങ്കിൽ ആ ഫോൺ നമ്മുടെ Mate 20 Proയുടെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. എന്നിട്ട് Mate 20 Proയിലെ വയർലെസ് റിവേഴ്സ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് തന്നെ മറ്റേ ഫോൺ, ആ ചാർജ് കഴിഞ്ഞ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ വയർലെസ് ആയിട്ട് തന്നെ ചാർജ് ആവും. ജസ്റ്റ് റിവേഴ്സ് സൈഡിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. അത് ഈവൻ ടച്ച് ചെയ്യണമെന്ന് പോലും ഇല്ല. പകരം 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും Mate 20 Proയിലെ ബാറ്ററി മറ്റേ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കലി പാസ് ചെയ്ത് അത് ചാർജ് ആവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെക്നോളജി ആയിട്ട് മാറിയത് ഈ ഒരു റിവേഴ്സ് ചാർജിങ് ആണ്. എന്തായാലും Mate 20 Pro ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജികൾ തന്നെ ഉൾപ്പെടുത്തി ബാറ്ററിയുടെ സൈസിലായാലും ഫാസ്റ്റ് ചാർജിങ്ങിലായാലും റിവേഴ്സ് ഫാസ്റ്റ് ചാർജിങ് അടക്കമുള്ള ഒരു നല്ല ബാറ്ററി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിസൈൻ, ക്ലാസ് ലീഡിംഗ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്, നല്ല ക്യാമറ സെറ്റപ്പ്, ഇന്നോവേറ്റീവായ ബാറ്ററി ടെക്നോളജി, റിവേഴ്സ് വയർലെസ് ചാർജിങ് അടക്കമുള്ള ഒരു ഇന്നോവേറ്റീവായ ബാറ്ററി ടെക്നോളജി. അപ്പോൾ ടോട്ടലായിട്ട് ഒരു ഉഗ്രൻ ഫോൺ തന്നെ. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 86,000 രൂപയാണ്. ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്തിട്ടില്ല. ഇവിടേക്ക് വരുമ്പോൾ പ്രൈസിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഇത് പുറത്തെ ഒരു പ്രൈസിങ് ഞാൻ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുകയാണ്. 86,000 രൂപയാണ് അതിൻ്റെ പ്രൈസിങ് ഇപ്പോൾ കണക്കാക്കുന്നത്. എന്തായാലും ഇതിനൊരു Mate 20 എന്ന് പറഞ്ഞൊരു വെർഷൻ കൂടിയുണ്ട്. അത് ഫുൾ HD ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ്, കോഡ് HD ഒന്നുമല്ല, ഫുൾ HD ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. അതിന് 60,000 രൂപയ്ക്കുള്ളൂ. അതിന് വേറെ സ്പെസിഫിക്കേഷനിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത് നമ്മളിതിൽ പറയുന്നില്ല. ഇതിൽ സംതിങ് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന Mate 20 Proയെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട. തൊട്ട് താഴെ കാണുന്ന ഷെയർ ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് വാട്സപ്പിലേക്കൊക്കെ മറ്റും ഷെയർ ചെയ്യാൻ സാധിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കും പെട്ടെന്ന് തന്നെ റിവ്യൂ യൂണിറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കയ്യിൽ വെച്ചുകൊണ്ട് റിവ്യൂ ചെയ്യാനുള്ള സൗകര്യം കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.